നമസ്കാരം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്ത നിഷേധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PK ശ്രീമതിയും. കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വിലക്കുണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണെന്നും മുഖ്യമന്ത്രി അല്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമെന്നായിരുന്നു ശ്രീമതിയുടെ പ്രതികരണം. തനിക്കെതിരെ വിരോധമുള്ളവരാണ് ഇതിന് പിന്നിലെന്ന് PK ശ്രീമതി പറഞ്ഞു. തനിക്കോ മുഖ്യമന്ത്രിക്കോ അവമതിപ്പുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്നും ശ്രീമതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി എന്തിനാ ഇത് പറയുന്നത്? പാർട്ടി സെക്രട്ടറി അല്ലേ പറയേണ്ടുന്നത്, അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വമല്ലേ പറയേണ്ടത്? ശ്രീമതി പങ്കെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്താ പ്രശ്നമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇത്തരത്തിലൊരു വാർത്ത മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത്. CPS സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതിക്ക് ഇനി പങ്കെടുക്കാൻ കഴിയില്ലെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട്. 2 ആഴ്ച മുമ്പ് CPM സെക്രട്ടേറിയറ്റിൽ ശ്രീമതി പങ്കെടുത്തു, എന്നാൽ ഇന്നലെ പങ്കെടുത്തില്ല. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിലക്കിയെന്ന തരത്തിലെ വാർത്ത മാതൃഭൂമി നൽകിയത്. ഇത് നിഷേധിക്കുന്ന CPM സെക്രട്ടറി MV ഗോവിന്ദനും സ്ഥിരീകരിക്കുന്നത് കേരളത്തിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതിക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ്. അതായത് പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ശ്രീമതി ഇനി സെക്രട്ടേറിയറ്റിന് എത്തില്ല. ശ്രീമതി കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലുള്ളപ്പോൾ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർക്ക് പങ്കെടുക്കാം. വെറുതെ വാർത്ത സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. PK ശ്രീമതി കേരളത്തിലെ കേഡർ അല്ലെന്നാണ് ഒരേ ഒരു കാര്യം. കേരളത്തിലെ കേഡർ ആയല്ല ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ വന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയതാണ്. 75 വയസ്സ് കഴിഞ്ഞ് പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ഒഴിവായതാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ സേവനം അവിടെ വേണമെന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തത്. കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെയുള്ളപ്പോൾ അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിൽ എല്ലാ പ്രാവശ്യവും പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ആളില്ലാതാവില്ലേ? വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കുന്നതിൽ ശ്രീമതിക്ക് എന്താണ് കുഴപ്പം? കേഡർമാരുടെ പ്രവർത്തനങ്ങൾ പാർട്ടി വിഭജിച്ച് നൽകിയിട്ടുണ്ട്. മറ്റുള്ളതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നാണ് MV ഗോവിന്ദൻ വിശദീകരിച്ചത്. ഇതിൽ നിന്ന് തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ശ്രീമതി ഇനി പങ്കെടുക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പൊതു നിലപാടെന്ന് വ്യക്തമാവുകയാണ്. പിണറായി വിലക്കി എന്നതിനെയാണ് ഗോവിന്ദൻ തള്ളുന്നതെന്നാണ് സാരം. അതായത് സംസ്ഥാന നേതൃത്വം കൂട്ടായി ശ്രീമതിയെ കേരള കേഡറിൽ നിന്നും ഒഴിവാക്കിയെന്ന് വേണം വിലയിരുത്താൻ. എന്നെക്കുറിച്ച് ഇന്ന് വന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതം. മാതൃഭൂമി വാർത്ത പിൻവലിക്കണമെന്നുമാണ് ശ്രീമതി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഏതായാലും മുഖ്യമന്ത്രി വിലക്കി എന്നത് ശ്രീമതി നിഷേധിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് ഈ സാഹചര്യം CPM-ൽ ഉണ്ടാക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ പിണറായി ആഗ്രഹിച്ചിരുന്നു. പ്രായപരിധിയിൽ തട്ടി PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിക്ക് പുറത്താകുമെന്ന് ഏവരും കരുതി. എന്നാൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീമതിക്ക് ഇളവ് കിട്ടി. ഇതോടെ കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒഴിവുകൾ കുറഞ്ഞു. മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നതിന് എതിർത്തവരുടെ പിന്തുണയിൽ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി നിലനിർത്തി. 75 വയസ്സെന്ന പ്രായപരിധി പിണറായി പോലെ ശ്രീമതി മറികടന്ന് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ PK ശ്രീമതി എത്തിയത് പിണറായിക്ക് പിടിച്ചില്ലെന്നതാണ് സൂചന. ഇതാണ് ശ്രീമതിക്കുള്ള വിലക്കിന് കാരണവും. കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തിരുന്നു. യോഗം തുടങ്ങുമ്പോൾ പിണറായി ഇത് പാടില്ലെന്നും ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ലെന്നും ശ്രീമതിയോട് പറഞ്ഞു. എന്നാൽ ജനറൽ സെക്രട്ടറി MA ബേബിയുമായും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി സംസാരിച്ചപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വിലക്കൊന്നും അറിയിച്ചിരുന്നില്ലെന്ന് ശ്രീമതി മറുപടി പറഞ്ഞു. ഈ വാർത്തയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്. ഇതോടെയാണ് റിയാസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെ സാഹചര്യം വിശദീകരിച്ചത്.